പീപ്പിൾ TV ഇംപാക്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് SP PK മധുവിനെ ചുമതലപ്പെടുത്തി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി DGPയോട് ആവശ്യപ്പെട്ടു. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP KG സൈമന്റെ നിലപാട്. എന്നാൽ ദിനംപ്രതി ഉയരുന്ന വെളിപ്പെടുത്തലുകൾ മുമ്പ് പരിശോധിച്ചതാണോ എന്നാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് ആരായുന്നത്. ബിജു രമേശ് അടക്കമുള്ളവർ തങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണം ക്രൈംബ്രാഞ്ച് SI സഹദേവൻ നിഷേധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉയർന്നുവരുന്ന ആരോപണങ്ങൾ വീണ്ടും പരിശോധിക്കണമെങ്കിൽ തുടരന്വേഷണം തന്നെ വേണ്ടിവരും. എന്നാൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടരന്വേഷണം പ്രഖ്യാപിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. അത് ശ്രദ്ധയിൽ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഞാനൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അത് പരിശോധിക്കുകയാണ്. പുതിയ റെലവേഷൻസ് ഉണ്ടോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണോ, എല്ലാവരുടെയും മൊഴി പണ്ടെടുത്തിട്ടുള്ളതാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തുറന്ന മനസ്സാണ്. അതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ VS നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ DGPക്ക് നിർദ്ദേശം നൽകി. പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ വായ്പയ്ക്കെടുത്ത തുകകൾ കൂടിയ പലിശയ്ക്ക് SNDP ശാഖകൾ വഴി വിതരണം ചെയ്തു എന്ന ആരോപണമാണ് പോലീസ് അന്വേഷിക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിനാവും ഇതിന്റെ അന്വേഷണ ചുമതല. സ്വാമിയുടെ മരണം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് SP PK മധുവിനോട് ഉന്നതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ പ്രസ്താവനകളുമായി ആരോപണ വിധേയനായ വാടക കൊലയാളി പ്രിയനും ഒളിവിൽ കഴിയുന്ന സാബുവും രംഗത്തെത്തി. സ്വാമിയുടേത് മുങ്ങിമരണമെന്ന് തന്നെയാണെന്ന് ഇരുവരും പറഞ്ഞു. അതേസമയം ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പിണറായിയും VSും പ്രതികരിച്ചു. ആലുവപ്പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വാമിയുടേത് മുങ്ങിമരണമാണെന്നും ഒളിവിൽ കഴിയുന്ന സാബു പറഞ്ഞു. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കളെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാബുവിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് വാടക കൊലയാളി പ്രിയനും രംഗത്തെത്തി. അതിന്റെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ എന്നെ ചോദ്യതാണ്, സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് എന്നെ അവർ ചോദ്യം വിട്ടേക്കുന്നത്. ഇനി ഒരു ചോദ്യം വന്നാൽ ഞാൻ സഹകരിക്കുവാൻ തയ്യാറാണ്. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി കാശിയിലേക്കല്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പിണറായിയും VSും പ്രതികരിച്ചു. എല്ലാ തെറ്റ് ചെയ്തവർക്കും പോകാനുള്ള സ്ഥലമാണോ കാശി വിശ്വനാഥന്റെ സ്ഥലം? തെറ്റ് ചെയ്തവർക്കുള്ളൊരു സ്ഥലമുണ്ട്, അതറിയില്ലേ? ഈ പറയുന്ന രീതിയിലൊരു തെറ്റാണെങ്കിൽ സ്ഥാനം കാശിയല്ല ജയിലാണ്, അത് മനസ്സിലാക്കണം. നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെ മോശപ്പെട്ട വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിലാണെങ്കിൽ മലയാളിയാണെങ്കിൽ പൂജപ്പുരയാണ്. ശാശ്വതീകാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പ്രതിഷേധമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് G സുധാകരൻ വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ആലുവ കോടതിയിലെ മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ. മുൻ ഹൈക്കോടതി ജഡ്ജിയും സ്വാമിയുടെ സഹോദരിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ നിർദ്ദേശത്തെ അന്നത്തെ SNDP യോഗം പ്രസിഡന്റ് വിദ്യാസാഗർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ പറഞ്ഞു. ശാശ്വതീകാനന്ദ സ്വാമി ആലുവ പുഴയിൽ മുങ്ങിമരിച്ച വിവരം അറിഞ്ഞയുടൻ അന്ന് ആലുവ കോടതിയിലെ മജിസ്ട്രേറ്റായിരുന്ന വാസുദേവൻ സംഭവസ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല എന്നതായിരുന്നു പൊതു തീരുമാനമെങ്കിലും സംഭവസ്ഥലത്തെത്തിയ സ്വാമിയുടെ സഹോദരിയും ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ അസ്വാഭാവിക മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് വാസുദേവൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്താതെ സ്വാമിയെ സമാധി ഇരുത്തണമെന്നുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അസ്വാഭാവിക മരണമാണ് നടന്നിരിക്കുന്നത്. ജഡ്ജി അപ്പോൾ വിവരം വിദ്യാസാഗർ വക്കീലിനോടും ഒക്കെ ധരിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമേ നമുക്ക് സമാധി ഇരുത്താൻ പറ്റത്തുള്ളൂ. വെള്ളത്തിൽ വീണുകിടന്ന സ്വാമിയെ കരയ്ക്ക് കയറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകവേ 1 മണിക്കൂർ മുൻപ് കഴിച്ച പാലിന്റെ അംശമാണ് പുറത്തു വന്നതെന്ന് സംഭവ ദിവസം ആശ്രമത്തിലുണ്ടായിരുന്ന ജയന്തൻ ശാന്തി പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദ മരിച്ചിട്ട് 13 വർഷം പിന്നിട്ടെങ്കിലും
അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ കേസിൽ ഒരു പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയേക്കും. ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും KM ഉമേഷ്. തോട്ടം തൊഴിലാളികളുടെ കൂലിവർധന സംബന്ധിച്ച് PLC യോഗത്തിൽ ധാരണയായി. തേയില തോട്ടം തൊഴിലാളികൾക്ക് 301 രൂപ ദിവസക്കൂലി നൽകും. റബ്ബർ തോട്ടം തൊഴിലാളികൾക്ക് ദിവസക്കൂലി 381 രൂപ നൽകാനും തീരുമാനമായി. കാപ്പി, ഏലം തോട്ടം തൊഴിലാളികൾക്കും കൂലി വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ 2 ആഴ്ചക്കാലമായി തുടർന്നു വന്ന സമരത്തിനാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന PLC യോഗത്തിലൂടെ പരിഹാരമായത്. തൊഴിലാളികളുടെ നിർണായക പ്രശ്നങ്ങൾ അവശേഷിക്കുമ്പോൾ തന്നെ ദിവസവേതനത്തിൽ മാത്രമാണ് സമവായത്തിലെത്താൻ കഴിഞ്ഞത്. തേയില, കാപ്പി, തോട്ടം മേഖലയിൽ നിലവിലെ ദിവസവേതനമായ 232 രൂപ 301 രൂപയാക്കി ഉയർത്തിയപ്പോൾ റബ്ബർ മേഖലയിൽ 317 നിന്ന് 381 രൂപയാക്കി. ഏലത്തിന് നിലവിൽ നൽകിയിരുന്നത് 267 രൂപയായിരുന്നു. ഇത് 330 രൂപയായി ഉയർന്നിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളവും DAയും മറ്റ് ആനുകൂല്യങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് പ്രതിദിനം 436, റബ്ബർ മേഖലയിൽ 552, ഏലം മേഖലയിൽ 478 രൂപയിൽ ലഭിക്കും. തൊഴിലാളികൾ ഉയർത്തിയ മറ്റാവശ്യങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയമിക്കാനും ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും PLC ചേരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ തോട്ടം മേഖലയിലെ നിലവിലെ സമരം അവസാനിപ്പിച്ചതായി ട്രേഡ് യൂണിയൻ നേതാവും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ KK ജയചന്ദ്രൻ MLA പറഞ്ഞു. ഗവൺമെൻറ് അങ്ങനൊരു നിർദ്ദേശം വെച്ച സാഹചര്യത്തിൽ ഞങ്ങൾ ഇക്കാര്യം പൂർണ്ണമല്ല, ഒരു തൃപ്തികരമായിട്ടല്ലെങ്കിലും അതിന് തൽക്കാലം അതിന് വഴങ്ങുന്നൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്ന മാരത്തോൺ ചർച്ചകളിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ, മന്ത്രി ആരാടം മുഹമ്മദ്, ബിജുമോൾ MLA, തോട്ടമുടമകൾ, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. PJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ ഐക്യ ട്രേഡ് യൂണിയൻ നടത്തിവന്ന സമരം പിൻവലിച്ചു. രാപ്പകൽ നിരാഹാര സമരം അടക്കമുള്ള സമരമാണ് അവസാനിപ്പിച്ചത്. തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന PLC യോഗത്തിൽ ധാരണയായ പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിക്കുന്നത് എന്ന് നേതാക്കൾ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ പ്രഖ്യാപിച്ചിരുന്ന MLA-മാരുടെ സമരം പിൻവലിച്ചതായി LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. സമരത്തെക്കുറിച്ചുള്ള തീരുമാനം നാളെ പ്രഖ്യാപിക്കുമെന്ന് പെമ്പിളെ ഒരുമൈ വ്യക്തമാക്കി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള രഹസ്യ ഫയലുകൾ മുഴുവനും പരസ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി. നേതാജിയുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മറ്റു രാജ്യങ്ങളുടെ കൈവശമുള്ള ബോസിന്റെ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ പരസ്യപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെടും. 70 വർഷം മുമ്പ് നടന്ന നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള രഹസ്യ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നേതാജിയുടെ കുടുംബാംഗങ്ങൾ ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്വിറ്ററിലൂടെയാണ് നേതാജിയുടെ തിരോധാനത്തിന് കൂടുതൽ വ്യക്തത വരുത്തിയേക്കുന്ന രഹസ്യ ഫയലുകൾ പുറത്തുവിടുമെന്ന് മോദി അറിയിച്ചത്. നേതാജിയുടെ ജന്മദിനമായ ജനുവരി 23-ന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള 130 ഫയലുകളിലെ ആദ്യ ഭാഗം പരസ്യപ്പെടുത്തും. റഷ്യയുടെ കൈവശമുള്ള നേതാജിയുടെ വിവരങ്ങളടങ്ങിയ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന് ഡിസംബറിൽ റഷ്യ സന്ദർശിക്കുന്ന വേളയിൽ ആവശ്യപ്പെടുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. നേതാജിയുടെ രഹസ്യ വിവരങ്ങൾ കൈവശമുള്ള അമേരിക്ക, ജപ്പാൻ, ചൈന, സിംഗപ്പൂർ, UK, മലേഷ്യ രാജ്യങ്ങൾക്ക് ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച 64 രഹസ്യ ഫയലുകൾ സെപ്റ്റംബർ 18-ന് മമതാ ബാനർജി സർക്കാർ പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മനീഷ് ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കശുവണ്ടി കോർപ്പറേഷൻ MD KA രതീഷിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. അഴിമതി ആരോപണത്തെ തുടർന്നാണ് നടപടി. ജനറൽ മാനേജർക്കാണ് പകരം ചുമതല. കാഷ്യൂ കോർപ്പറേഷൻ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MD സ്ഥാനത്ത് നിന്ന് രതീഷിനെ മാറ്റിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി. 1 ലക്ഷത്തോളം പേർ പത്രിക സമർപ്പിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്ക്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം വൈകിട്ട് 3 മണിയായിരുന്നു. സമയം അവസാനിക്കുമ്പോഴും സംസ്ഥാനത്തെമ്പാടും പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ തിരക്കായിരുന്നു. 3 മണിക്ക് വരണാധികാരികളുടെ മുന്നിൽ എത്തിയവർക്കെല്ലാം ടോക്കൺ നൽകി. മുന്നണിക്കുള്ളിലെ പ്രശ്നവും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കം മൂലം സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാൻ UDFന് കഴിഞ്ഞില്ല. ഇത് മിക്ക ജില്ലകളിലും UDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം വൈകാനിടയാക്കി. ഇതും ഇന്ന് തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായി. 17 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ റിബൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും UDFൽ സജീവമാണ്. LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി തിങ്കളാഴ്ച മുതൽ തന്നെ പത്രികാ സമർപ്പണം തുടങ്ങിയിരുന്നു. BJPയിലും പലയിടങ്ങളിലും തർക്കം നിലനിൽക്കുകയാണ്. SNDPയുമായുള്ള സഖ്യം സംബന്ധിച്ച വ്യക്തതയില്ലായ്മയാണ് കാരണം.
പല ജില്ലകളിലും SNDP തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുമായി കൂടിയാലോചിക്കാതെ പത്രികകൾ നൽകിയിട്ടുണ്ട്. BJPയും ഇതേ നിലപാടാണ് പല സ്ഥലങ്ങളിലും കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സീറ്റ് തർക്കം രൂക്ഷം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള വാർത്താസമ്മേളനത്തിൽ ഐ ഗ്രൂപ്പ് ബഹളം. DCC പ്രസിഡന്റിന്റെ വാർത്താസമ്മേളനത്തിലാണ് INTUC നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ ബഹളമുണ്ടാക്കിയത്. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റാലി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയ ശേഷം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മുതലക്കുളത്ത് കൺവെൻഷൻ നടന്നത്. കോർപ്പറേഷനിൽ 75 വാർഡുകളിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് ചെറു പ്രകടനങ്ങളായാണ് പ്രവർത്തകർ കൺവെൻഷന് എത്തിയത്. സാമുദായിക സംഘടനകളെ വർഗീയമായി സംഘടിപ്പിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമുദായ സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളെ വർഗീയമായി സംഘടിപ്പിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ RSS പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി വിശാലമായ ഹിന്ദു ഐക്യം അവർ പ്രഖ്യാപിച്ചു. കോഴിക്കോടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കൺവെൻഷനിൽ പ്രകാശനം ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച നിർദ്ദേശ പെട്ടികളിൽ നിന്ന് ലഭിച്ച പൊതുജനാഭിപ്രായം ക്രോഡീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേടിയെടുത്ത മേൽക്കൈ പ്രചാരണ രംഗത്തും നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് LDF. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാർക്ക് മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള മികച്ച റിപ്പോർട്ടിംഗിനായി ദില്ലി ആസ്ഥാനമായുള്ള ദ എനർജി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് കൈരളി പീപ്പിൾ TV സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ അർഹനായി. സ്വച്ഛ് ഭാരത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യ പഠിക്കേണ്ടതെന്ത്, സ്വച്ഛ് ഭാരത് പദ്ധതി ഇന്ത്യൻ റെയിൽവേ അട്ടിമറിക്കുന്നത് എങ്ങനെ എന്നീ റിപ്പോർട്ടുകളാണ് പുരസ്കാരത്തിന് അർഹമായത്. ഡിസംബറിൽ പാരീസിൽ നടക്കുന്ന UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പീപ്പിൾ TVക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നതിനായി രാജേന്ദ്രനെ എനർജി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർ ചെയ്യും. ദാദ്രി സംഭവത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ച് ഗൃഹനാഥനെ തല്ലിക്കൊന്ന സംഭവം നിർഭാഗ്യകരമാണെന്ന് പ്രധാനമന്ത്രി. സംഭവത്തെ പ്രതിപക്ഷം രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. അതേസമയം മഹാരാഷ്ട്രയിൽ BJP ശിവസേന ബന്ധത്തിൽ വിള്ളൽ. മന്ത്രിസഭയിൽ നിന്ന് അംഗങ്ങളെ പിൻവലിക്കാൻ ശിവസേനയുടെ നീക്കം.